ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ്റെ ടീസർ തീർച്ചയായിട്ടും നിങ്ങളും കണ്ടു കാണും. ഒരു പക്ഷേ അതിലങ്ങിങ്ങായി വന്നു പോകുന്ന വിചിത്രമായിട്ടുള്ള സിമ്പിൾസും ചില പാറ്റേൺസും ഒക്കെ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിൻ്റെ ഒക്കെ തന്നെയും പിന്നാമ്പുറം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ചില സീക്രട്ട് സൊസൈറ്റികളിലേക്കും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗ്രൂപ്പുകളിലേക്കുമാണ്. അത്തരം ചില രഹസ്യങ്ങളിലേക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ലൂസിഫർ സിനിമയിലും അങ്ങിങ്ങായി വളരെയേറെ വിചിത്രമായിട്ടുള്ള ചില ചിത്രങ്ങളും പാറ്റേൺസും ലോഗോകളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പലരും അതിനെ ഇല്ലുമിനാറ്റി പോലുള്ള സംഘടനകളുമായിട്ട് സീക്രട്ട് സൊസൈറ്റികളുമായിട്ട് കണക്ട് ചെയ്യുകയും അതിനു ഒരുപടി മുകളിലായിട്ട് പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റിയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും ആ സമയത്ത് കേരളത്തിൽ വലിയ തോതിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും വർഷങ്ങൾക്കിപ്പുറം അതേ ലൂസിഫർ യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള L2 എമ്പുരാൻ എന്ന സിനിമ പുറത്തിറങ്ങാനിരിക്കുമ്പോൾ അതിൻ്റെ ടീസർ വരുമ്പോൾ ആ ടീസറിലും വളരെയേറെ വിചിത്രമായിട്ടുള്ള നമ്മളുടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ചില പാറ്റേൺസും ലോഗോകളും സിമ്പിൾസും ഒക്കെ തന്നെയും അതിനകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ടൈറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് കബൂഗ കാർട്ടൽ എന്നൊരു കാർട്ടലിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, അത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഈ ഒരു ടീസറിൽ വന്നു പോകുന്ന അങ്ങിങ്ങായിട്ടുള്ള വ്യത്യസ്ത പാറ്റേൺസ്, വ്യത്യസ്ത ലോഗോകൾ, അതിലുള്ള ഒരു ബിയുടെ ഒരു ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ തന്നെയായാലും അതിൽ നമ്മുടെ ഒന്നാമത്തെ കാര്യമായിട്ടുള്ള ലോഗോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ എമ്പുരാൻ്റെ ഒരു ലോഗോ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പതിക്കുന്നത് A. എന്ന എഴുതിയതിലേക്കാണ്, അല്ലെങ്കിൽ ആ രണ്ട് ചുവന്ന ഏകളിലേക്കാണ്. അപ്പോൾ ഈ A. എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കൂടുതൽ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഇൻ്റർനെറ്റിലും അതുപോലെ വ്യത്യസ്ത ചാറ്റ് ബോട്ടുകളിലും ഒക്കെ അന്വേഷിച്ച് ചെല്ലുന്ന അവസരത്തിൽ നമുക്ക് ഏറ്റവും അവസാനം എത്തിച്ചേരാൻ സാധിക്കുന്നത് അർജന്റിയം ആസ്ട്രം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ്. അലിസ്റ്റർ ക്രൗളി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഒക്കൾട്ടിസ്റ്റും റൈറ്ററും മജീഷ്യനും ഒക്കെ ആയിട്ടുള്ള വ്യക്തി, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മന്ത്രവാദി, ദുർമന്ത്രവാദങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി. അയാൾ 1907 ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ സ്ഥാപിക്കുകയാണ്. അർജന്റിയം ആസ്ട്രം എന്നതിന് പേര് നൽകുന്നുണ്ട്. വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ഒരുപാടധികം കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ ക്രിയകളൊക്കെ തന്നെയായിരുന്നു ഈ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്, അനുഷ്ഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഒരു ഐഡിയോളജി, ഒരു ആശയം എന്ന് പറയുന്നത് എന്ത് വിചാരിക്കുന്നോ അതൊക്കെ തന്നെയും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത മതങ്ങളിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും അതോടൊപ്പം തന്നെ ബ്ലാക്ക് മാജിക്, ദുർമന്ത്രവാദവും കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു ഇവരുടെ ഓരോ ക്രിയകളും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ആചാരങ്ങളും ഇവർ നടത്തി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു അർജന്റിയം ആസ്ട്രം എന്നുള്ള ആ ഒരു പേരിനെ ചുരുക്കി എഴുതുന്നത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ്. അതായത് A. എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു അർജന്റിയം ആസ്ട്രത്തെ എല്ലാവരും ഒരുപോലെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ചുരുക്കി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ എമ്പുരാൻ സിനിമയുടെ ടൈറ്റിലിൽ കാണുന്ന ആ ഒരു A. ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും പൃഥ്വിരാജിനും അതുപോലെ തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും മാത്രം അറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു പിന്നാമ്പുറം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെ തന്നെയും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ സിനിമയുടെ ടൈറ്റിലും മറ്റൊക്കെ അവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഫൈൻഡിങ്സ് എന്ന നിലയിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ആ ഒരു ടൈറ്റിൽ കാണാൻ സാധിക്കുന്ന കാര്യം ആ ഒരു ഡോട്ടുകളാണ്. എന്തിനാണ് ആ ടൈറ്റിൽ അത്തരത്തിലുള്ള ഡോട്ടുകൾ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞ അർജന്റിയം ആസ്ട്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അലിസ്റ്റർ ക്രൗളി എന്ന മനുഷ്യൻ അർജന്റിയം ആസ്ട്രം എന്ന ഈ ഒരു ഗ്രൂപ്പിനെ സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം അതിലുള്ള ആളുകൾ ഈ തെലേമ എന്ന് പറയുന്ന ഒരു തിയറി അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട അലിസ്റ്റർ ക്രൗളിയുടെ അനുയായികളായിട്ടുള്ള ആളുകൾ വാക്കുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ വാക്കുകളിലും അക്ഷരങ്ങളുടെ ഇടയിലായിട്ട് ഇത്തരത്തിലുള്ള ഡോട്ടുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്നൊരു റെഫറൻസ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഇവിടെയും എൻപുരാൻ എന്നൊക്കെ എഴുതിയ അവസരത്തിൽ ഇത്തരത്തിൽ ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്കതിനെ പരാമർശിക്കാം. ഇനി മൂന്നാമതായിട്ട് വരുന്നതും ആ ഒരു ലോഗോയിലുള്ള കാര്യം തന്നെയാണ്. ലോഗോയിലെ L2 എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഒരു L2-നും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോഗോക്കും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്യതകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
എവിടെയൊക്കെയോ വലിയ തോതിലുള്ള സാദൃശ്യം ഉണ്ടല്ലേ രണ്ട് ലോഗോകളും തമ്മിൽ. നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലോഗോ ഫ്രറ്റേണിറ്റസ് സാറ്റേൺ എന്ന് പറയുന്ന, അതായത് ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഒക്കൾട്ട് ഓർഗനൈസേഷൻ്റെ ലോഗോയാണ്. 1926കളിലാണ് ഇവർ സ്ഥാപിതമാകുന്നത്. ഇവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആസ്ട്രോളജിയും ബ്ലാക്ക് മാജിക്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത ക്രിയകളൊക്കെ തന്നെയും ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു ദുർമന്ത്രവാദ ഗ്രൂപ്പാണ് ഇവർ എന്ന കാര്യം തന്നെയാണ്. അതിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സെക്ഷൽ മാജിക് പോലുള്ള വളരെയധികം മോശപ്പെട്ട തരത്തിലുള്ള പല കാര്യങ്ങളും ഇവരുടെ ആ ഒരു ക്രിയകളുടെ ഭാഗമൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വരാറുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് ചെയ്തു വരാറുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പരിശോധിച്ച് പോകുമ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആസ്ട്രം അർജൻറ്റിയം, അതുപോലെ തന്നെ തെലേമ എന്ന് തുടങ്ങിയിട്ടുള്ള ആ കാര്യങ്ങളുമായിട്ടൊക്കെ ഇവർക്കും ബന്ധമുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെയും ആശയങ്ങളിൽ നിന്ന്, അതായത് ആഗ്രഹിച്ചത് എന്ത് നേടിയെടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ആശയങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഉടലെടുത്ത് വന്നിട്ടുള്ള എന്നൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ശനിയുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നിടത്ത് പല ആളുകളും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇവർ ഈ ഒരു സാറ്റേണിനെ കാണുന്നത് സാത്താൻ എന്ന നിലയിലാണ് എന്ന രീതിയിലൊക്കെയാണ്. ഇവർ പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുന്നില്ലെങ്കിലും പുറത്തുനിന്നുള്ള പല ആളുകളും ഈ ഒരു രീതിയിലാണ് ഇവർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറയുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ പലരും വിശേഷിപ്പിക്കുന്നത് സാത്താൻ്റെ ബ്രദർഹുഡ് എന്നുള്ള നിലയിലാണ്, സാത്താൻ്റെ സഹോദരങ്ങൾ എന്ന നിലയിലാണ്. അപ്പം ഈ ഒരു കാര്യത്തെയും നമ്മൾ നേരെ ഇനി എമ്പുരാൻ എന്ന സിനിമയിലേക്ക് അല്ലെങ്കിൽ ലൂസിഫർ എന്നുള്ള സിനിമയിലേക്ക് അതിലെ പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ ക്യാരക്ടറിലേക്ക് ഒക്കെ തന്നെയും ചേർത്ത് വെക്കുന്ന അവസരത്തിൽ ആ ഒരു ബ്രദർഹുഡിനെ വേണമെങ്കിൽ നമുക്ക് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ടീസറിലാണെങ്കിൽ പോലും പൃഥ്വിരാജിൻ്റെ ബൈജാൻ പോലുള്ള ഡയലോഗ്സ് നമുക്കവിടെ, അഭിസംബോധനകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു L2 എന്ന് എഴുതിയിട്ടുള്ളതിന് പുറകിലും കൂടുതലായിട്ട് നമ്മൾ അന്വേഷിച്ച് പോകുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദുർമന്ത്രവാദ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിന് പുറകിൽ ഇങ്ങനെ ഈ രീതിയിൽ പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്കവിടെ കണ്ടെത്താനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത നാലാമതായിട്ട് വരുന്ന ഒരു കാര്യം അത് കബൂഗ കാർട്ടലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ടീസറിൽ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമായിരിക്കും, അബ്രഹാം ഖുറേഷിയുടേതൊരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മേഴ്സണറി ഹിറ്റ് ഗ്യാങ് ആണ് എന്ന് പറയുന്നൊരു കാര്യം, അതായത് വാടക കൊലയാളികളുടെ ഒരു ഗ്യാങ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു കാർട്ടലിൻ്റെ പേരാണ് കബൂഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കബൂഗ ഗ്യാങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർട്ടൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ലോകത്തുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഫെലിസിയൻ കബൂഗ എന്നൊരു വ്യക്തിയിലേക്ക് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഫെലിസിയൻ കബൂഗ എന്ന് പറയുന്നത് 1994 റവാണ്ടൻ ജനസൈഡിൻ്റെ ഒക്കെ തന്നെയും പ്രതി ചേർക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ 94 ഏറെക്കുറെ 100 ദിവസങ്ങളോളം നീണ്ടു നിന്ന ഈ ഒരു വംശഹത്യയിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടക്കൊലയിൽ ഏറെക്കുറെ 8 ലക്ഷം മുതൽ 10 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വളരെയേറെ ബ്രൂട്ടലായിട്ട് തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഹുട്ടു അതേപോലെ തന്നെ ടുട്സി എന്ന് തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ചേരി എറിഞ്ഞുകൊണ്ട് വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിന് അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള വലിയൊരു കൂട്ടക്കൊല തന്നെ അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഈ കൂട്ടക്കൊലക്കൊക്കെ തന്നെയും എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന RTLM എന്ന് പറയുന്ന റേഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള പരിപാടികൾ തന്നെയായിരുന്നു. വലിയ തോതിൽ തന്നെ വിദ്വേഷ പ്രചാരണങ്ങളും മറ്റുമൊക്കെ തന്നെയാണ് ഈ റേഡിയോ സംരക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റേഡിയോയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെയിൻ ഫൈനാൻഷ്യർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഫെലിസിയൻ കബൂഗ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു വലിയ വംശഹത്യയുടെ പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്, ഒരു അക്യൂസ്ഡ് ആയിട്ട് അയാളെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അയാൾ പിന്നീട് രാജ്യം വിടുകയും വർഷങ്ങൾക്ക് ശേഷം പിടിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് ഇയാളുടെ പേരുകളിൽ നിന്നൊക്കെ തന്നെയും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ആ ഒരു കബൂഗ കാർട്ടൽ എന്ന പേര് ടീസറിൽ ഒരു പക്ഷേ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ടീസറിനകത്ത് അങ്ങിങ്ങായിട്ട് വന്നു പോകുന്ന വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേൺസ്, ലോഗോസ് അതിൽ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രയാങ്കിളുകൾ, പിരമിഡുകൾ, ഓൾ സീയിങ് ഐസ്, അതുപോലെ തന്നെ ബി ഹൈവ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടീസറിൽ തന്നെ അങ്ങിങ്ങായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ആ ഒരു ടൈറ്റിലൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റിൽ നമുക്കൊരു ബി ഹൈവ് പാറ്റേൺ ഒക്കെ കണ്ടെത്താനായിട്ട് ഏതായാലും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ വരുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഫ്രീ മാസൺ അതുപോലെ തന്നെ ഇല്ലുമിനാറ്റി തുടങ്ങിയിട്ടുള്ള സീക്രട്ട് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതിൽ ഈ ഫ്രീ മാസൺസ് ആരാണ്, എന്താണെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു കാലത്ത് കൽപ്പണിക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്നാണ് ഈ ഫ്രീ മാസൺറി അല്ലെങ്കിൽ ഫ്രീ മാസൺസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന, സീക്രട്ട് സൊസൈറ്റി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ അവരിൽപ്പെട്ട പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യ ശില്പിയായിട്ടുള്ള സൃഷ്ടാവാണ് ഈ ഒരു ഫ്രീ മാസൺറിയുടെ സ്ഥാപകൻ എന്ന രീതിയിലാണ്. നോഹയുടെ പേടകവും ഈജിപ്തിലെ പിരമിഡുകളും
ജെറുസലേമിലെ സോളമൻ്റെ ദേവാലയം ഒക്കെ തന്നെ നിർമ്മിച്ചത് ഈ ഫ്രീ മാസൺസ് ആണ്, ഇവരുടെ പൂർവികരാണ് എന്ന രീതിയിലുള്ള വാദങ്ങളും ഇവർക്കുണ്ട്. മനുഷ്യരുടെ ഇടയിൽ സാഹോദര്യം നിലനിർത്തുക, സന്മാർഗ മൂല്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇവരുടെ ആശയങ്ങളായിട്ട് ഇവർ പറയുന്നത്. എങ്കിൽ കൂടെയും മറ്റൊരു വലിയ വിഭാഗം ഇവരെ കാണുന്നത് സാത്താൻ സേവകരായിട്ടാണ്. എന്തുകൊണ്ടാണ് അത് എന്ന കാര്യത്തെക്കുറിച്ച് വൈകാതെ തന്നെ ഞാൻ പറയാം. മാത്രമല്ല, നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരുടെ സിമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുള്ള മട്ടവും കോമ്പസുമാണ്. അതുപോലെ തന്നെ ബീകളും ബീ ഹൈവുകളും ഒക്കെ തന്നെ വലിയ തോതിൽ തന്നെ ഇവരുടെ ഒരു സിമ്പിളുകളായിട്ട് ഒരു കാലത്ത് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1727 മുതൽക്ക് തന്നെ വലിയ തോതിൽ ബീകളും അതുപോലെ തന്നെ, അതായത് ഈ തേനീച്ചകളും തേനീച്ചക്കൂടുമൊക്കെ ഇവരുടെ സിമ്പിളുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സിമ്പലുകൾ ഇവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹാർഡ് വർക്കിനെയും വർക്കിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തെയും ഒക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ്, സിമ്പിളൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഇവർ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സിമ്പലാണ്, ഒരു ലോഗോയാണ് ഓൾ സീയിങ് ഐ. ഇവരിതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ കണ്ണ് എന്ന രീതിയിലാണ്. പക്ഷേ മറ്റു പല ആളുകളും ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിതൊരു സാത്താൻ്റെ കണ്ണ് എന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇല്ലുമിനാറ്റിയുടെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും ഇല്ലുമിനാറ്റിയിലും ഇതേ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾ സീയിങ് ഐ അവിടെയും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫ്രീ മാസൺട്രിയിൽ ഉണ്ടായിരുന്ന ആദം വേഷപ്ത് എന്ന് പറയുന്ന ഫിലോസഫർ ആയിട്ടുള്ള വ്യക്തി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അത്ര സന്തുഷ്ടനാകാതെ വന്നതോട് കൂടിയിട്ട് 1776 ബവേരിയയിൽ സ്വന്തമായിട്ടൊരു സീക്രട്ട് സൊസൈറ്റി സ്ഥാപിക്കുകയാണ്. അതാണ് ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി ആക്ച്വലി ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു കാലത്തുണ്ടായിരുന്ന സോഷ്യൽ ഓർഡറിനും അതുപോലെ തന്നെ മതത്തിനുമൊക്കെ എതിരായിട്ട് ഇവരൊക്കെ സമൂഹത്തിന് മേൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസിനെ ചെറുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ശാസ്ത്രബോധം കൊണ്ടുവരിക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളുമായിട്ടാണ് ഇല്ലുമിനാറ്റി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന രാജാവിനും അതുപോലെ തന്നെ മതത്തിനുമെതിരൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും മതം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവർക്കെതിരായിട്ട് തിരിയുകയും ഇവർ സാത്താൻ സേവകരാണ്, ഇല്ലുമിനാറ്റിക്കാർ പൂർണ്ണമായിട്ടും സാത്താനെയാണ് സേവിക്കുന്നത് എന്ന രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇനി രാജാവിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാജാവിനെതിരായിട്ടുള്ള രീതിയിലാണല്ലോ ഇവരുടെ കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും 1784, 85, 87 കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഇല്ലുമിനാറ്റി ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ തന്നെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും നടക്കുകയുണ്ടായി. ഒരുപാടധികം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇതിനടിസ്ഥാനത്തിൽ തന്നെ ഒളിവിൽ പോവുകയുണ്ടായി. അതിൽപ്പെട്ട പല ആളുകളെയും പിടിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇല്ലുമിനാറ്റികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ ചില ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും അതും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലുമിനാറ്റി അവിടെ അവസാനിച്ചു എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഏതായാലും നമുക്ക് ഡാറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടെയും പിന്നീട് അങ്ങോട്ട് ഭാവിയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ഇല്ലുമിനാറ്റി എന്ന സീക്രട്ട് സൊസൈറ്റിയുടെ പണിയാണ്, അവരാണ് ഇതിന് പുറകിൽ എന്ന രീതിയിലായിരുന്നു. ഇന്നും അതേ ഒരു പാറ്റേൺ അതുപോലെ തന്നെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി കാണും. ഒരുപാട് തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും പലതും നമ്മളിങ്ങനെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ, കൂടുതലായിട്ട് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈ ഒരു എമ്പുരാൻ ടീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് തോന്നിയിട്ടുള്ള കണക്ഷൻ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത കാർട്ടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വ്യത്യസ്ത കൾട്ട് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സീക്രട്ട് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വിശദമായിട്ടുള്ള പഠനങ്ങൾ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ, പൃഥ്വിരാജാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള മിസ്റ്റിക് ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു സിനിമയുടെ ആണെങ്കിലും ട്രെയിലറിൻ്റെയും ടീസറിൻ്റെയും ഭാഗങ്ങളായിട്ടൊക്കെ തന്നെയും അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും കാണുമ്പോൾ നമ്മളെവരെയും സംബന്ധിച്ചിടത്തോളം ഒരു സംസാര വിഷയമാകാൻ തരത്തിലുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് പല ഭാഗങ്ങളും അവർ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സംസാര വിഷയമായിട്ട് മാറുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഉപകാരപ്രദമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇങ്ങനൊരു സ്ട്രാറ്റജി
കൂടെ കണ്ടിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റി ആയതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന തരത്തിലുള്ള പല ചിന്തകളും പലർക്കും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൃഥ്വിരാജ് അങ്ങനെ ഒരു ഇല്ലുമിനാറ്റി ആയിരിക്കുമോ?